ആന്ധ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി എസ് സവിത കിറ്റെക്സ് എം ഡി സാബു എം ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കിഴക്കമ്പലത്തെ കിറ്റെക്സ് ആസ്ഥാനത്താണ് കൂടിക്കാഴ്ച. ആന്ധ്രയിൽ നിക്ഷേപം നടത്തുന്നതിന് കിറ്റെക്സിനെ ക്ഷണിക്കാനാണ് മന്ത്രി എത്തിയതെന്നാണ് അറിയുന്നത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അമൽ പറയൂ. ജി കെ, ഏതായാലും ആന്ധ്ര ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി കിഴക്കമ്പലത്ത് എത്തിയിരിക്കുകയാണ്. കിറ്റെക്സ് ഗ്രൂപ്പിന്റെ ചീഫ് കോർപ്പറേറ്റർ ആയിട്ടുള്ള സാബു ജേക്കബുമായിട്ടുള്ള കൂടിക്കാഴ്ച തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തനിക്ക് വ്യവസായം നടത്തുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നത് പറഞ്ഞുകൊണ്ടാണ് തെലങ്കാനയിലേക്ക് 3500 കോടി രൂപയുടെ നിക്ഷേപം സാബു ജേക്കബും കിറ്റെക്സ് ഗ്രൂപ്പും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തെലങ്കാനയ്ക്ക് പിന്നാലെ ഇപ്പോൾ ആന്ധ്രയിൽ നിന്നുമുള്ള ഒരു സർക്കാർ പ്രതിനിധി തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിൽ നിക്ഷേപം നടത്തണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചന്ദ്രമോഹൻ നായിഡുമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി ആന്ധ്രയിലേക്ക് വരണം എന്നുള്ള ഒരു ക്ഷണക്കത്ത് കൈമാറാൻ, അല്ലെങ്കിൽ ഒരു ക്ഷണം കൈമാറാനൊക്കെ ആയിട്ടാണ് മന്ത്രിയും സംഘവും ഇവിടെ എത്തിയിരിക്കുന്നത്. ദീർഘമായിട്ടുള്ള ചർച്ചകൾ ഇവരുമായി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷം 3 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുമെന്നാണ് കിറ്റെക്സ് ഗ്രൂപ്പ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും തെലങ്കാനയിൽ കിറ്റെക്സ് ഗ്രൂപ്പിന്റെ 2 കമ്പനികളിൽ ഒന്നിന്റെ പണി പൂർത്തിയാക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്ന ഘട്ടമാണിത്. മറ്റൊന്നിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു വാഗ്ദാനം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്ഷണം കിറ്റെക്സ് ഗ്രൂപ്പിനെ തേടി എത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള എത്ര കോടി രൂപയുടെ നിക്ഷേപമായിരിക്കും ആന്ധ്രയിൽ നടത്തുക, അല്ലെങ്കിൽ അങ്ങോട്ട് ചന്ദ്രമോഹൻ നായിഡുവിനെ കാണുവാൻ വേണ്ടി കിറ്റെക്സ് ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ പോകുമോ തുടങ്ങിയ വിവരങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്ന, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ശേഷം ടെക്സ്റ്റൈൽസ് മിനിസ്റ്റർ എസ് സവിതയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾ 3 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാവുന്നതാണ്. ജി കെ. ശരി, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.